എടവകയിൽ ഹാട്രിക് വിജയവുമായി UDF. പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ, ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ എന്നിവിടങ്ങളിൽ UDFന് ഉജ്ജ്വല വിജയം. കഴിഞ്ഞ 15 വർഷമായി എടവക പഞ്ചായത്ത് ഭരിക്കുന്നത് UDF ആണ്. ഇത്തവണയും ഭരണം നിലനിർത്തിയതോടെ 20ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. 2020-ൽ 19 വാർഡുകളായിരുന്നു ഉണ്ടായിരുന്നത്. UDF 11, LDF 8 എന്നതായിരുന്നു കക്ഷിനില. 2025-ൽ 21 വാർഡുകളിലേക്കായിരുന്നു മത്സരം. UDF 15ഉം LDF 6ഉം സീറ്റുകൾ നേടി. ബ്ലോക്ക് പഞ്ചായത്തിൽ കല്ലോട് ഡിവിഷനിൽ മഹിളാ കോൺഗ്രസ് സംസ്ഥാന ഉപദേശക സമിതി അംഗവും കസ്തൂർബ ഗാന്ധി ദർശൻ വേദി ജില്ലാ പ്രസിഡന്റുമായ ചിന്നുമ ജോസും, പള്ളിക്കൽ ഡിവിഷനിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റും മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ ഉഷാ വിജയനും, തോണിച്ചാൽ ഡിവിഷനിൽ മനോജ് നെട്രയും വിജയിച്ചു. വാശിയേറിയ മത്സരം കാഴ്ചവെച്ച എടവക ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ജസ്റ്റിൻ ബേബിയെ പരാജയപ്പെടുത്തി കോൺഗ്രസ് പനമരം ബ്ലോക്ക് പ്രസിഡന്റ് ജിൽസൺ തൂപ്പങ്കരിയും തെരഞ്ഞെടുക്കപ്പെട്ടു. ഇവിടെ ലഭിച്ചിട്ടുള്ള വലിയ ഉജ്ജ്വലമായിട്ടുള്ള നേട്ടം, അതോടൊപ്പം തന്നെ CPM-നെതിരായിട്ടുള്ള ഒരു തരംഗം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ നേട്ടങ്ങളും എല്ലാം കൂടിയതോടുകൂടി എല്ലാ സ്ഥാനാർത്ഥികളും നല്ല ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചിട്ടുള്ളത്. ഇനിയും ഞങ്ങളുടെ ഉത്തരവാദിത്വം കൂടുകയാണ്. തീർച്ചയായും അടുത്ത 5 വർഷവും ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ അഴിമതിരഹിതമായിട്ടുള്ള ഒരു ഭരണം കാഴ്ചവെക്കും എന്നുള്ള കാര്യത്തിൽ UDFന് യാതൊരു സന്ദേഹവുമില്ല. അത് തീർച്ചയായും അത് ചെയ്തിരിക്കും എന്നുള്ള കാര്യം അറിയിക്കുക. ഷമീർ, വയനാട് വിഷൻ, മാനന്തവാടി.